ചെറുവത്തൂർ കുളങ്ങാട്ടുമലയിൽ വിള്ളൽ വീണതിന്റെ പരിഭ്രാന്തിയിലാണ് താഴ്വാരത്തെ കുടുംബങ്ങൾ. കുന്നിടിച്ചിലുണ്ടായാൽ നിരവധി വീട്ടുകാരെ അത് നേരിട്ട് ബാധിക്കും. മുൻകരുതലായി 30ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. കുളങ്ങാട്ടുമലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മുൻപേയുണ്ടായിരുന്ന ചെറിയ വിള്ളലാണ് അപകടകരമാവിധം വലുതായത്. മഴ കനക്കുന്നതിനനുസരിച്ച് വിള്ളൽ കൂടി വരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. 30ഓളം മീറ്റർ നീളത്തിലാണ് നിലവിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. മഴവെള്ളം ശക്തമായി ഒഴുകിയെത്തിയുണ്ടാകുന്ന സമ്മർദ്ദമാണ് വിള്ളൽ വലുതാകാൻ കാരണം. നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടലിനെല്ലാം സാധ്യതയും നിലനിൽക്കുകയാണ്. തൊട്ട് താഴെ 4ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ആ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് വിവരം അറിഞ്ഞുടനെ തന്നെ PDM ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികളായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് പുറമെ അതിൻ്റെ തൊട്ടടുത്തൊരു ഉന്നതിയുണ്ട്. 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഉന്നതിയാണ്. അപ്പോൾ അവരെയും അവിടെ മാറ്റി സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് അധികൃതർ ആലോചിച്ചിട്ടുള്ളത്. ജനങ്ങൾ പൊതുവെ ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സന്ദർഭമാണ്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി നമ്മുടെ ജില്ലയിൽ റെഡ് അലർട്ടാണ്. നമ്മുടെ ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള രീതിയിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട്. അതുപോലെ തന്നെ മറ്റ് മഴക്കെടുതികളെല്ലാം ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരും നല്ല ജാഗ്രതയോടെ മാത്രമേ ഇടപെടാൻ വേണ്ടി പാടുള്ളൂ. ഇതിനാവശ്യമായിട്ട് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാനാവശ്യമായിട്ടുള്ള സംവിധാനം ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ആലോചിക്കും. തിങ്കളാഴ്ച രാത്രി മുതലാണ് കുളങ്ങാട്ടുമലയിൽ മണ്ണിടിച്ചിലുണ്ടായത്. മലയുടെ തെക്കേയറ്റമായ പയ്യങ്കി ജവാൻ നഗറിലെ 2 വീടുകൾക്ക് സമീപം കൂറ്റൻ പാറക്കല്ലുകൾ വന്നു പതിച്ചു. പിന്നാലെയാണ് മലമുകളിൽ വിള്ളൽ കണ്ടെത്തിയത്. ഉറങ്ങുമ്പോൾ ഒരു വലിയൊരു ഒച്ച കെട്ടുപാട് ഞാൻ എണീച്ച് അപ്പോഴത്തെ വലിയൊരു പാറക്കല്ല്. ഇനിയും മഴ വരേണ്ട സാധ്യതയുണ്ട്. വെള്ളം ചോർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മഴ വരേണ്ട സാധ്യതയുണ്ട്. ഇനിയും അപ്പുറത്തെ വീട്ടിലും കല്ല് വീണ് ഇനിയും കല്ല് വീഴേണ്ട സാധ്യതയുണ്ട്. മണ്ണിടിഞ്ഞാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള 4 കുടുംബങ്ങൾ ഉൾപ്പെടെ താഴ്ഭാഗത്തെ ഉന്നതിയിലെ 30ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. കാടങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഇവർക്കായി ദുരിതാശ്വാസ ക്യാമ്പ് സജ്ജീകരിച്ചത്. ചില കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും താമസം മാറി. M. രാജഗോപാലൻ MLA-ക്ക് പുറമെ ജില്ലാ കലക്ടർ K. ഇമ്പശേഖർ, ADMP അഖിൽ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയന, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB പ്രമീള, NDRF, ജിയോളജി, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.